മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 177 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു യെശയ്യാവ് 26 മുതൽ 29 വരെ, ഫിലിപ്പിയർ 3-ാം അധ്യായം നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, സസ്യമല്ല എന്നാലും തളിർത്ത് പുഷ്പിക്കും ആര് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ഇസ്രായേൽ. യെശയ്യാവ് 27-ന്റെ 6-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം എന്നതിന് പാഠഭാഗത്ത് 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന പദം. ഉത്തരം അക്ഷരവിദ്യ എന്നുള്ളതാണ്. യെശയ്യാവ് 29-ന്റെ 11, 12 വാക്യങ്ങളിലാണ് ഈ ഉത്തരം ഉള്ളത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അധ്യായത്തിൽ ഒരു വാക്യം 2 പ്രാവശ്യം കാണുവാൻ സാധിക്കും, റെഫറൻസ് എഴുതുക എന്നുള്ളതായിരുന്നു. ഉത്തരം യെശയ്യാവ് 28-ന്റെ 10, 28-ന്റെ 13. ഓക്കെ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു, ദാവീദിന്റെ സങ്കീർത്തനത്തിൽ ദാവീദിനെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞ 2 വസ്തുക്കൾ കൊണ്ട് തല്ലുകൊണ്ടത് ഏതിനെല്ലാം എന്നുള്ളതായിരുന്നു. കരിജീരകം, ജീരകം. യെശയ്യാവ് 28-ന്റെ 27-ലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. കരിജീരകം വടി കൊണ്ട് തല്ലി, ജീരകം കോൽ കൊണ്ട് തല്ലി എന്നുള്ളതാണ് കേട്ടോ. ദാവീദിനെ ആശ്വസിപ്പിച്ചത് വടിയും കോലും. സങ്കീർത്തനം 23-ന്റെ 4 നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ശരീര അവയവത്തെ ദൈവമായി കണക്കാക്കുന്നവർ ആര് അല്ലെങ്കിൽ എങ്ങനെയുള്ളവർ എന്നായിരുന്നു ചോദ്യം. ഉത്തരം ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നവർ എന്നുള്ളതാണ് കേട്ടോ. ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നവർ. ഫിലിപ്പിയർ 3-ന്റെ 18, 19 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങളും ശരിയായിട്ടുള്ള റെഫറൻസും. അപ്പൊ എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോ എങ്ങാനും ഇനി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല, അടുത്ത പോർഷൻസ് പറഞ്ഞു തരാം. യെശയ്യാവ് 30 മുതൽ 33 വരെ, ഫിലിപ്പിയർ 4-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും അടുത്ത ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ നന്നായിട്ട് പോർഷൻസ് ഇപ്പോഴേ വായിച്ച് പഠിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.